ആമേൻ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി ഒരു വാക്യം വായിക്കുവാൻ ഉദ്ദേശിക്കുന്നു. 95-ാം സങ്കീർത്തനത്തിന്റെ 8, 9, 10 ഈ 3 വാക്യങ്ങൾ. അതിന് താഴോട്ടുള്ളത് അങ്ങ് വായിച്ചു. എന്നാൽ 8, 9, 10 3 വാക്യങ്ങളാ നമ്മൾ കാര്യമായിട്ട് എടുക്കുന്നുള്ളൂ. 95-ാം സങ്കീർത്തനത്തിന്റെ 8 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മെരീബയിലെ പോലെയും മരുഭൂമിയിൽ മാസാ നാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, എൻ്റെ പ്രവൃത്തി അവർ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. 40 ആണ്ട് എനിക്ക് ആ തലമുറയോടെ നീരസം ഉണ്ടായിരുന്നു. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ഒരു ജനം എന്നും എൻ്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്നും ഞാൻ പറഞ്ഞു. ആകയാൽ അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ലെന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. ആമേൻ. കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ സങ്കീർത്തനത്തെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാൻ നമുക്കൊക്കെ അറിയാവുന്നവരാകുന്നു. എന്നാൽ ഞങ്ങളെ കഴിഞ്ഞ വെള്ളിയാഴ്ച ഉപവാസത്തോടും പ്രാർത്ഥനയോടും ആയിരുന്നപ്പോൾ കർത്താവ് തന്ന ഒരു വാക്യമാവുന്നു. ആദ്യമേ ഞങ്ങൾക്ക് ഈ വർഷം ആരംഭത്തിൽ ഞങ്ങൾക്ക് തന്നത് ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരാനുള്ളവൻ വരും, താമസിക്കുകയില്ല എന്നുള്ളതായിരുന്നു. എന്നിട്ട് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഓരോ മാസങ്ങൾ ഇങ്ങനെ തന്ന് കൊണ്ടുവന്ന് ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും, വിശുദ്ധിയിൽ ജീവിക്കുക എന്നുള്ളതായിരുന്നു ജൂലൈയിലേത്. എന്നാൽ ഓഗസ്റ്റിലേക്ക് വന്നപ്പോൾ അവൻ്റെ ശബ്ദം കേൾക്കണം. ആത്മാവിനെ നമ്മൾ പ്രാപിക്കണമെങ്കിൽ കർത്താവിൻ്റെ ശബ്ദം കേൾക്കണം. കർത്താവിൻ്റെ ശബ്ദം കേട്ടില്ലെങ്കിൽ വരുന്ന ദോഷത്തെക്കുറിച്ചാണല്ലോ നമ്മളിവിടെ വായിച്ചത്. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയെ പോലെ മരുഭൂമിയിലെ മസാനാളിനെ പോലെ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. നമ്മളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ എത്ര പേരോട് സുവിശേഷം പറഞ്ഞിട്ടുണ്ട്, അവരിൽ എത്ര പേര് സുവിശേഷം കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞത് അനുസരിച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മിസ്രൈമിൽ ഭയങ്കര കാര്യങ്ങൾ കണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടു വന്ന പ്രിയപ്പെട്ടവരായിവിടെ അവരെ കൂട്ടിക്കൊണ്ട് വന്നു. എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടും ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ശബ്ദം കേൾക്കാൻ കഴിയുന്നില്ല. അങ്ങനെ വന്നിട്ട് എന്ത് പറ്റിയെന്നറിയാമോ? ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ കേൾക്കണം. കർത്താവിന്റെ വചനം കേൾക്കാൻ നമുക്കൊരു, അല്ലെങ്കിൽ 1 ശമൂവേൽ 9-ാം അധ്യായത്തിന്റെ 26, 27, 10-ന്റെ 1, 2, 3 വാക്യങ്ങളൊക്കെ നമ്മൾ വായിച്ചാൽ അത് വേറൊരു പ്രസംഗ വിഷയമെങ്കിലും അവിടെ നമ്മൾ പറയുന്നത് തന്നെ, ശമൂവേല് ശൗലിനെ വിളിച്ചു പറഞ്ഞു, എഴുന്നേറ്റ് വാ, നിന്നെ യാത്ര അയക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞു, ഭൃത്യനങ്ങ് മുമ്പേ പോകാൻ പറ. നമ്മൾ ഇന്നിപ്പോൾ ഇത്രയും പേരെ ലൈനിൽ കടന്നു വന്നല്ലോ. നമ്മുടെ കൂടെ ഒത്തിരി ഭൃത്യന്മാരും ഉണ്ട് കേട്ടോ. നമ്മൾ ഈ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പം ഈ ഭൃത്യന്മാരൊക്കെ പുറത്ത് നിൽക്കണം. ഇവിടെ നമ്മൾ മാത്രമേ ആകാവൂ. നമ്മുടെ കർത്താവും നമ്മുടെ ഭൃത്യന്മാരൊക്കെ മാറി നിൽക്കണം. അത് കഴിഞ്ഞിട്ട് ഭൃത്യൻ കൂടെ വന്നോട്ടെ. എപ്പോഴും നമ്മുടെ കൂടെ സാത്താൻ ഉണ്ടെന്നുള്ളത് നാം മനസ്സിലാക്കണം. ഇവിടെ ശമൂവേൽ പറയുക, ഭൃത്യൻ അല്പം മുന്നോട്ട് കടന്നു പോകാൻ പറയുക. എന്നിട്ടാ ദൈവത്തിന്റെ അരുളപ്പാട് എന്ന് പറഞ്ഞ പോലെ നിന്നോട് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കേണ്ടതിന് നീ അല്പം നിൽക്ക എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ അരുളപ്പാട് കേൾക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞല്ലോ ഈ വർഷം ആരംഭത്തിൽ ഞങ്ങൾക്ക് തന്ന വാക്യം ഇനി അത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല എന്നായിരുന്നു. അങ്ങനെ ഓരോ മാസത്തിലും വിശുദ്ധിയെക്കുറിച്ചും കാര്യങ്ങളെല്ലാം പറഞ്ഞു വന്നപ്പോൾ ഈ ജൂലൈ തന്നത് കർത്താവിൻ്റെ ആത്മാവിനെ പ്രാപിക്കണമെന്നായിരുന്നു. ഇപ്പം പറയുന്നത് എന്നാന്നറിയാമോ? ഇനിയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. നമ്മൾ എത്ര പേരോട്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ, നമ്മൾ എത്ര പേരോട് സുവിശേഷം പറഞ്ഞിട്ടുണ്ട്, എത്ര പേര് കേട്ടു. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ അയച്ചവും പറഞ്ഞു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീനെന്ന് പറഞ്ഞിട്ട് നിങ്ങളിഞ്ഞ് പോരുന്നാൽ മതി, ബാക്കി കാര്യങ്ങളും ഞാൻ ചെയ്തോളാമെന്നാണ് കർത്താവ് പറഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അന്നത്തെ പോലെ തന്നെയാണ് ഇന്ന് പ്രത്യേകിച്ച് സുവിശേഷ വിരോധികൾ ഇഷ്ടംപോലെ ഇറങ്ങിയിരിക്കുന്ന ഒരു കാലമാണ്. എങ്ങനെ ദൈവമക്കളെ എവിടെ നാണം കെടുത്താൽ ഉപദ്രവിക്കാമെന്ന് കണ്ട് ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുമ്പോൾ നമ്മൾ ആവർത്തന പുസ്തകം വാക്യം എടുക്കണ്ട, പറഞ്ഞങ്ങ് വിടാം.
ആവർത്തന പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 4-ാം അധ്യായത്തിനകത്ത് ഇത്ര വലിയ ശ്രേഷ്ഠമായ നിയമങ്ങളും കൽപ്പനകളും തന്ന ലോകത്തിൽ വേറെ ഏതെങ്കിലും ജാതി ഉണ്ടോ? ഇല്ല. എന്നാൽ ഇവരെന്തുകൊണ്ട് മത്സരിച്ചു? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇറങ്ങി യാത്ര തിരിച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആ ചെങ്കടലിൽ കരയും വന്നപ്പം തന്നെ ഉണ്ടായ ഒരൊറ്റ സംഗതി മതിയല്ലോ, കരയുക. രണ്ട് സൈഡിലും വലിയ മലയാ, പുറകെ സൈന്യം വരുന്നു. ഇവിടെ ഇതാ വന്നു കഴിഞ്ഞപ്പോഴോ ആ ചെങ്കടലും മുന്നിൽ എന്തുവാ ചെയ്യുന്നത്? ലോകത്തിൽ ആരേലും ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ ചെങ്കടലിൽ കൂടെ വഴിയുണ്ടെന്ന്? എൻ്റെ പ്രിയപ്പെട്ടവരെ, മിസ്രൈമിലേക്ക് യാക്കോബും മക്കളും പോയപ്പോഴേ പറഞ്ഞിട്ടുണ്ടോ അവിടെ പോവാൻ നീ മടിക്കുമൊന്നും വേണ്ട, പൊക്കോ, ഞാൻ ഇങ്ങോട്ട് മടക്കി കൊണ്ടുവന്നോളാം. കൊണ്ടുവന്നിട്ടോ നിങ്ങൾക്ക് ഞാൻ അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത ദേശം നിനക്കും നിന്റെ മക്കൾക്കും തരുമെന്ന് പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുവന്ന് മിസ്രൈമിൽ അടിമയായിരുന്നിടത്തുനിന്ന് കൊണ്ടുവന്നിട്ട് ലോക ചരിത്രത്തിൽ ഇനിയോട്ടുണ്ടാകുകയുമില്ല, ഇതുവരെ ഉണ്ടായിട്ടുമില്ലാത്തതല്ലയോ ഒരൊറ്റ രാത്രി കൊണ്ട് കടലിൽ കൂടെ വഴി വെട്ടുക എന്ന് പറഞ്ഞത്. നമ്മുടെയൊക്കെ നാട്ടിലൊരു വഴി വെട്ടണേൽ എന്തെല്ലാം ബുൾഡോസർ വേണോ അത് വേണം. ഇത് കടലിൽ ഏത് ബുൾഡോസറാണ് വെക്കുന്നത്? വെള്ളം എത്ര മോട്ടർ, ഹോഴ്സ് പമ്പുള്ള മോട്ടർ വെച്ചാൽ അടിച്ചു പറ്റുന്നത്? ഒരു ഒറ്റ കാറ്റടിപ്പിച്ചാൽ മതി. നമ്മൾ മർക്കോസിന്റെ സുവിശേഷങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, കാറ്റും കടലും കൂടെ നിന്നെ അനുസരിക്കുന്നു. ഈ പ്രകൃതി കർത്താവിനെ അനുസരിക്കുന്നു. തൻ്റെ ഛായയെ സൃഷ്ടിച്ച മനുഷ്യന് മാത്രം ദൈവവചനം കേൾക്കുമ്പോൾ ഹൃദയം കഠിനമായി പോകുക. ആയതിനാൽ ഈ രാത്രിയുടെ യാമത്തിൽ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വചനം കേൾക്കുമ്പോൾ അതൊന്ന് ഉൾക്കൊള്ളാനുള്ള ഒരു ഹൃദയ വാഞ്ച നമുക്ക് ഏവർക്കും ഉണ്ടായിരിക്കണം. എങ്കിലേ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ പോകാനൊക്കത്തുള്ളൂ. അവിടെ അങ്ങ് നിൽക്കുന്നില്ല, നമ്മുടെ സമയം മുന്നോട്ട് പോകുന്നുവല്ലോ. നമുക്ക് സംഖ്യാപുസ്തകം 20-13 ഒന്ന് വായിച്ചു നോക്കാം. സംഖ്യാപുസ്തകം 20-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. ഹല്ലേലൂയ. ഇത് ഇത് ഇസ്രായേൽ മക്കൾ യഹോവയോട് കലഹിച്ചതും അവർ അവരിൽ ശുദ്ധീകരിക്കപ്പെട്ടതുമായ കലഹജലം. കലഹജലം അവിടെ വെച്ചാ അവർക്ക് ഈ കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരിക. അവർക്ക് കലഹിക്കാൻ മാത്രം അറിയാം, വഴക്കുണ്ടാക്കാൻ നല്ല മിടുക്കനാവര്. അവരെ പോലെയല്ലയോ നമ്മൾ ഒന്ന് പറഞ്ഞിട്ടുണ്ടാകുമ്പോഴത്തേന് വഴക്കുണ്ടാക്കാൻ നമ്മളൊക്കെ വെറും മിടുക്കര് പുള്ളികളാണ്. പക്ഷെ നമ്മൾ മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് ഇപ്പം ലൈനിലുള്ള ഈ 22 പേര് ഒരു വഴക്കം ഉണ്ടാക്കുന്നവരൊന്നും അല്ല കേട്ടോ. നമ്മളൊക്കെ കർത്താവിനെ അധികം ഭയന്ന് കർത്താവിൻ്റെ കൽപ്പനകളിൽ ഓടുന്നവരും അധ്വാനിക്കുന്നവരുമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. അപ്പം ആ കലഹജലത്തിങ്ക വന്നു. ഇനി നമുക്ക് ആവർത്തന പുസ്തകം 6:16 ഒന്ന് വായിച്ചു നോക്കി. ആവർത്തന പുസ്തകം 6:16 വാക്യം ഒന്ന് വായിച്ചേ. നിങ്ങൾ മസയിൽ വെച്ച് പരീക്ഷിച്ചതുപോലെ നിങ്ങളുടെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുത്. ഇവിടെ മസയിൽ വെച്ച് പരീക്ഷിക്കുക. കർത്താവിനെ പരീക്ഷിക്കുന്ന ജനമായിരുന്നു അന്നത്തേത്. പിന്നെ ഇന്നത്തെ കാലത്ത് കർത്താവിനെ വെറുതെ വിടുമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, അവർ ഇറങ്ങി വരുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, നമ്മൾ അവർ 3 ദിവസം വഴി നടന്ന് വന്നു കഴിഞ്ഞപ്പോൾ വെള്ളം കയ്പാ. എന്തോ ചെയ്യും? അയ്യോ, കയ്പ് വെള്ളത്തിനടുത്തൊരു മരം ദൈവം പണ്ടേ നട്ടുവെച്ചിട്ടുണ്ടെന്ന്, അതിൻ്റെ ശാഖയൊന്ന് വെട്ടിയിട്ടാൽ മതി. അതുവരെ ആരും കണ്ടിട്ടില്ല, അല്ലെ ആർക്കും അറിയാൻ വയ്യാത്ത നമ്മുടെ ദൈവത്തെ പോലെ അത്ഭുതം പ്രവർത്തിക്കുന്നവർ ആരുണ്ട് പ്രിയപ്പെട്ടവരെ? ഇവിടെ കടന്നു വന്നു, അയ്യോ വെള്ളം കണ്ടു വന്നാ കുടിക്കാമെന്ന് കണ്ട് ചെന്നപ്പം കയ്പ്. അയ്യോ, ഇനി എന്തോ ചെയ്യും? അങ്ങനെ വന്നപ്പോൾ ഒരു മരം കാണിച്ച് അതിൻ്റെ കമ്പൊന്ന് വെട്ടിയിട്ടാൽ മതി, ഇതങ്ങ് മധുരമായിക്കോളും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ 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 ഓരോരോ സാഹചര്യത്തിൽ ഇസ്രായേൽ മക്കളെ നടത്തി കൊണ്ടുവന്നിട്ട് അതിൻ്റെ സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം. എന്റെ തേജസ്സും മിസ്രൈമിലും മരുഭൂമിയിലും വെച്ച് ഞാൻ ചെയ്ത അടയാളങ്ങളും കണ്ടിട്ടുള്ള പുരുഷന്മാർ എല്ലാവരും ഇപ്പോൾ 10 പ്രാവശ്യം എന്നെ പരീക്ഷിക്കുകയും എന്റെ വാക്ക് കൂട്ടാക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട്. ഇതൊക്കെ വായിച്ചിട്ടുള്ളതാ. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് നേരത്തെ കിട്ടിയ വാക്യം ആയതുകൊണ്ട് അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞങ്ങ് വിടുന്നേ ഉള്ളൂ. നമ്മൾ ഓർത്തു, നമ്മൾ കർത്താവ് ഇതൊക്കെ എഴുതി വെച്ചിരിക്കുക കേട്ടോ. എന്നിട്ട് പറയാ 10 പ്രാവശ്യം എന്നെ പരീക്ഷിച്ചു. കർത്താവിനെ പരീക്ഷിക്കാൻ നമ്മളൊക്കെ ബഹുമിടുക്കല. നമ്മുടെ കാര്യം ഒന്ന് കണ്ടിട്ട് കാര്യം നോക്കാൻ പറ്റിയില്ലേലും
കർത്താവിനെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ പറ്റിയെന്നറിയാമോ? കർത്താവിനെ പരീക്ഷിച്ചു. അതോ എത്ര പ്രാവശ്യം? 10 പ്രാവശ്യം കർത്താവിനെ പരീക്ഷിച്ചു. അയ്യോ, കർത്താവിനെ പരീക്ഷിക്കരുത്, പരീക്ഷിച്ചാൽ നമ്മൾ തന്നെ പരീക്ഷിതരായി പോവുകയുള്ളേ. കർത്താവിനെ പരീക്ഷിക്കാൻ ഒക്കുകയില്ലേ. ഇന്ന് വരെ നന്മയല്ലാതെ എന്തെങ്കിലും ആർക്കെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒട്ട് ചെയ്യുകയുമില്ല. നന്മയല്ല. കാരണം നീതിയും ന്യായവും ദൈവസിംഹാസനത്തിന്റെ അടിസ്ഥാനങ്ങളാ പ്രിയപ്പെട്ടവരെ. ആ ദൈവത്തിന് നീതി അല്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. മിസ്രൈമിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവന്ന് കടലിൽ കൂടെ വഴി വെട്ടി ഇങ്ങനെ കൊണ്ടുവന്ന് വെള്ളം, കയ്പുള്ള വെള്ളത്തെ മധുരമാക്കി കൊടുത്ത് അങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടും പിന്നെയും പെറുപെറുപ്പും കർത്താവിനെ പരീക്ഷിക്കുകയുമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാകരുത്. കാലാകാലങ്ങളായി കർത്താവ് നമ്മളെ വിളിച്ചു വേർതിരിച്ച് എന്തിനാണെന്നറിയാമോ? അങ്ങ് എത്തിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിട്ടോ ഇടയ്ക്ക് വെച്ച് പോയാൽ, അതാ ഞാൻ മുമ്പേ പറഞ്ഞ 1 ശമൂവേൽ 10-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിലുണ്ട്, നീ ഇവിടുന്ന് എൻ്റെ അടുത്തുനിന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ നിന്റെ വല്യമ്മച്ചയുടെ കല്ലറ അവിടെ കിടപ്പുണ്ടെന്ന്. രാജാവിനെ മാഴിക്കാൻ പോകുന്നിടത്ത് കല്ലറ കാണിക്കേണ്ട കാര്യം വന്നിരിക്കുന്നു. ഇറങ്ങി തിരിച്ചതാ, മദനാരാമിൽ നിന്ന് ഇറങ്ങി തിരിച്ചതാ, അങ്ങ് ചെന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, വഴിയിൽ വെച്ച് പട്ടുകൊണ്ട് 2-ാം സങ്കീർത്തനത്തിൽ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കാൻ പുത്രനെ ചുംബിച്ച് മുന്നോട്ട് പോകേണ്ട. ഇവിടെ വന്നപ്പോ എന്ത് പറ്റിയെന്നറിയാമോ? അവൻ കൊച്ചുമോനോട് പറയുക, നീ പോകുന്ന പോക്കിൽ വെല്ലുമ്മച്ചയുടെ കല്ലറ അവിടെ ഉണ്ട്, കുറച്ചു ദൂരമേ ഉള്ളൂ. നീ ഇന്ന് എന്നെ പിരിഞ്ഞു പോകുമ്പോൾ മിന്യാമിന്റെ അതിരിങ്കലെ സെൽസഹിൽ റാഹേലിന്റെ കല്ലറക്കരിവെച്ച് 2 ആളെ കാണും. രാജാവിന് മതി ആന്റി, നമുക്ക് പ്രസ്തുത ഭാഗം അറിയാം. ജസ്റ്റ് ഞാനങ്ങ് പറഞ്ഞങ്ങ് വിടുന്നു എന്നുള്ളതേ ഉള്ളൂ. രാജാവ് അവരെ 3 ആട്ടുകുട്ടിയെ കൊണ്ട് വരും, 2 എണ്ണത്തിനെ രാജാവിന് തരും. എന്നാൽ നമ്മൾ പറയുന്നത് വായിച്ചു വരുമ്പോൾ അവിടുന്ന് മുന്നോട്ട് എത്രയും പെട്ടെന്ന് പോട്ടെ. എൻ്റെ ക്രോധത്തിൽ ഞാൻ നിങ്ങൾക്കൊരു രാജാവിനെ തന്നു, എൻ്റെ കോപത്തിൽ ഞാൻ അവനെ നീക്കിക്കളഞ്ഞു. ദൈവം തന്നെ ഇസ്രായേൽ ജനത്തിൻ്റെ രാജാവായിരിക്കെ പറഞ്ഞു, ഞങ്ങളും ജാതികളെ പോലെ ആയിക്കോട്ടെ. അതിന് കുഴപ്പമില്ല. പാവം ശമൂവേലിന് അത് വലിയ സങ്കടമായിപ്പോയി. അങ്ങനാന്നോ, എന്നാൽ ശരി, നിങ്ങൾക്ക് രാജാവിനെ തരാം. എൻ്റെ ക്രോധത്തിലാണ് കൊടുത്തത്. എന്നാൽ ക്രോധത്തിലാണ് കൊടുത്തതെങ്കിലും ഉണ്ടല്ലോ, ശൗലായിരുന്നു അന്നത്തെ ഇസ്രായേലിൽ യോഗ്യനായ മനുഷ്യൻ, സൗന്ദര്യമുള്ള മനുഷ്യൻ. തനിക്ക് ഇച്ചിരി ജീവിതത്തിൽ തോൾ മുതൽ അല്പം പൊക്കം കൂടിയവനും 4 പേര് കണ്ടാന്ന് നോക്കുന്നവനും ഒക്കെ ആയിരുന്നു. തൻ്റെ ആരംഭമൊക്കെ നല്ലതായിരുന്നു. ഒടുക്കം വന്നപ്പോൾ എന്ത് പറ്റിയെന്നറിയാമോ? പറഞ്ഞ വാക്ക് ലംഘിച്ചത് കൊണ്ട് എന്താ സംഭവിച്ചതെന്നറിയാമോ? ആദ്യത്തെ യുദ്ധത്തിന് പോയപ്പോഴേ പുള്ളി തെറ്റ് ചെയ്യാൻ തുടങ്ങി. നമ്മളും ഇതുപോലൊക്കെ തന്നെയല്ലയോ പലപ്പോഴും കർത്താവിൻ്റെ ശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ചിട്ടെ അവസാനം ശൗലിനെ കൊന്നതാനാ? ഒരു അമാലേക്കിനാ കൊന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ മിക്കപ്പോഴും പ്രസംഗങ്ങളിൽ പറയാറുള്ളത് പോലെ, നാളെ നമ്മൾ എന്ത് പറയുമെന്ന് ഇന്ന് നമ്മുടെ കർത്താവിനറിയാം. കർത്താവിനൊന്നും മറിഞ്ഞിരിക്കുകയില്ല. അതുകൊണ്ടായി അമാലേക്കിനെ അവൻ്റെ ഓർമ്മ ഭൂമിയിൽ വെച്ചേക്കരുതെന്ന് പറഞ്ഞ് പോട്ടെ, അവിടെ നിൽക്കുന്നില്ല, നമുക്ക് മുന്നോട്ട് കടന്നു വരാം. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വാക്യം. ഹല്ലേലൂയ. അവൻ മിസ്രൈമിലും ചെങ്കടലിലും 40 സംവത്സരം മരുഭൂമിയിലും അതിശയങ്ങളും അടയാളങ്ങളും ചെയ്ത് അവരെ നടത്തിക്കൊണ്ടു വന്നു. ദൈവം നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരുമെന്ന് ഇസ്രായേൽ മക്കളോട് പറഞ്ഞ മോശ അവൻ തന്നെ. ഇവിടെ മോശയൊക്കെ എന്നോ വലിയ പ്രവാചകന്മാരാണെന്നറിയാമോ? കർത്താവായ യേശു ക്രിസ്തു ജനിക്കുന്നതിനെ കുറിച്ച് ഇവിടെ പറയുക. പ്രിയപ്പെട്ടവരെ, ഇത് കേട്ടിട്ടും ഗ്രഹിക്കാൻ കഴിയുകയില്ലെങ്കിൽ, അനുസരിക്കാൻ കഴിയുകയില്ലെങ്കിൽ ദൈവം എന്ത് ചെയ്യാൻ നോക്കും? അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുമുണ്ടല്ലോ, അന്നേ മോശ പറഞ്ഞു, എന്നെ പോലെ ഒരുത്തിനെ എഴുന്നേൽപ്പിക്കും നിങ്ങളുടെ മധ്യത്തിൽ നിന്ന്. അനുസരിക്കുകയില്ലേ പിന്നെ എന്താ ചെയ്യാൻ സാധിക്കുന്നത്? നമ്മുടെ കുറിവാക്യം മറന്നു പോകരുത്. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നവെങ്കിൽ മരുഭൂമിയിൽ മസവാളിനെ പോലെ നിങ്ങളുടെ ഹൃദയത്തെ കാഠിന്യമാക്കി കളഞ്ഞാലുണ്ടല്ലോ, കേട്ടത് വൃഥാമായി പോകും. പ്രിയപ്പെട്ടവരെ, കുടം മലത്തി വെച്ചിട്ട് വെള്ളം ഒഴിച്ചാൽ അതിനകത്ത് വീഴുന്നേ, കമത്തി വെച്ചാൽ വയ്യോളം വെള്ളം കോരാമെന്നേ ഉള്ളൂ. കുടത്തിനകത്ത് വെള്ളം കയറുകയില്ല.
ദൈവത്തിനെ വിശ്വസിക്കാനോ ദൈവത്തിന്റെ വാക്ക് വിശ്വസിക്കാനോ കഴിയാതെ ഇറങ്ങി തിരിച്ചുകൊണ്ട് എന്ത് പറ്റിയെന്നറിയാമോ? കർത്താവിനെ എന്നിട്ട് എഴുതി വെച്ചിരിക്കാം, 10 പ്രാവശ്യം നിങ്ങൾ ഈ ജനം എന്നെ പരീക്ഷിച്ചു. നമ്മളിതൊക്കെ അങ്ങ് മറന്നു പോകും കേട്ടോ. ചില കാലങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെയായിരുന്നു, നമ്മളങ്ങ് മറന്നു പോകും. ദൈവം ഇതൊന്നും മറക്കുകയില്ല. ദൈവം ഇതെല്ലാം കുറിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളെ ദൈവത്തെ പോലെ ഇത്ര വലിയവനായ ദൈവം വേറെ ഏതൊരു ജാതി കൊണ്ട് പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിനെ വിശ്വസിച്ച ക്രിസ്ത്യാനികൾ കർത്താവിനെ അംഗീകരിക്കുന്നതുകൊണ്ടാണ്. നമുക്കറിയാമല്ലോ, യഹൂദന്മാരിൽ എത്ര പേര് കർത്താവിനെ അംഗീകരിക്കുന്നുണ്ട്? ചുരുക്കം ആളുകളെ ഉള്ളൂ. നമ്മുടെ 2024 ഒക്ടോബർ 7 വരെ 19% ക്രിസ്ത്യാനികളെ ഉള്ളായിരുന്നു യഹൂദന്മാരിൽ. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് പറയുന്നു 39% ആളുകൾ ക്രിസ്തുവിനെ വിശ്വസിച്ച് കഴിഞ്ഞെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം കണ്ടിട്ട് ഇപ്പോഴും ഇവർ പൂർണ്ണമായി വിശ്വസിച്ചില്ല. ഫലമോ അവർ കുത്തിയെങ്കിലേക്ക് നോക്കേണ്ടി വരിക. അതല്ല നമ്മുടെ ഇന്നത്തെ പ്രസംഗ വിഷയം. ഞാൻ പറഞ്ഞത് നമ്മുടെ ഹൃദയം കഠിനമാക്കുക. ഇസ്രായേലിനെ പോലെ ഇത്രയും തല്ലുകൊണ്ട് ഒരു ജാതി ലോകത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ ഇന്നലെ വന്ന വാർത്തയ്ക്കകത്ത് നിങ്ങൾ കണ്ടല്ലോ, ഇസ്രായേലിന്റെ ഒരു മന്ത്രി അലക്സ ചർച്ചിൽ പോയി ഇന്ന് പ്രാർത്ഥിച്ചു. അപ്പം വലിയ സ്നേഹിതന്മാരും വലിയ കുഴപ്പമില്ലെന്ന് പറഞ്ഞ സൗദിയും ഇവരും മുസ്ലിം രാജ്യങ്ങളൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുക. അവനെതിരെ അവിടെ കയറിയ നിയമവിരുദ്ധം വലിയോ കാണിച്ചത്. എന്തല്ല അത് ഇടിച്ചു കളയണമെന്നുള്ളതും അവിടെ തന്നെ യെരുശലേം ദേവാലയം പണിയണമെന്നുള്ളതും നമുക്കറിയാം. അതിനൊക്കെ കാലങ്ങൾ. പക്ഷേ വരണേലുണ്ട് ഈ 39 പോരെന്ന് 100% കർത്താവിനെ പൂർണ്ണമായി വിശ്വസിച്ചിട്ട് കഷ്ടങ്ങൾ വരുമ്പോൾ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാതെ ഹൃദയം കഠിനമാക്കി കളയുക. ആ അപ്പോസ്തല പ്രവൃത്തി തന്നെ 13-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. നിങ്ങളെ എല്ലാവരെയും കുറിച്ച് പറയുന്നില്ല. ഞാൻ തിരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു. എന്നാൽ എന്റെ അപ്പം തിന്നുന്നവൻ എന്റെ നേരെ. അപ്പോസ്തല പ്രവൃത്തിയല്ലേ? അപ്പോസ്തല പ്രവൃത്തി 13-18. 13-ന്റെ മരുഭൂമിയിൽ 40 സംവത്സര കാലത്തോളം അവരുടെ സ്വഭാവം സഹിച്ചു. 13-18 വായിച്ച. മരുഭൂമിയിൽ 40 സംവത്സര കാലത്തോളം അവരുടെ സ്വഭാവം സഹിച്ചു. നമ്മുടെ ഇതെല്ലാം ചെയ്തിട്ടുമുണ്ടല്ലോ, നമ്മുടെ കർത്താവ് സഹിക്കുക. പ്രിയപ്പെട്ടവരെ, എന്നാന്നറിയാമോ? വാക്ക് അന്ന് അബ്രഹാമിന് കൊടുത്തുപോയി. എന്നിട്ട് പുതിയ നിയമ വിശ്വാസി നമ്മളോട് പറയുന്നത് തന്നെ, ഞാൻ ഇരിക്കുന്നിടത്ത് പിന്നെ നിങ്ങളെ ഇരുത്തേണ്ടതിന് ഞാൻ വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളുമെന്ന് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ ഈ ലോകത്തിൽ ആരെങ്കിലും ഇരുത്തുമോ? അവൻ ഇരിക്കുന്നിടത്ത് നമ്മളെ ഇരുത്തുമെന്നുള്ളത്. ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഹൃദയം കഠിനമാക്കുക. കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് സമർപ്പിക്കാൻ, കർത്താവേ ഞാൻ ഇതൊക്കെ പറയുമ്പോഴേ എൻ്റെ മനസ്സിൽ വന്ന വേറൊരു കാര്യം കൂടെ. യെരിഹോവിൽ നിന്ന് യേശു കടന്നു പോകുമ്പോൾ ഒരു കണ്ണുപൊട്ടൻ ഇരുന്ന് പ്രാർത്ഥിച്ച, യേശുവേ മഹോന്നതനായ ദാവീദ് പുത്ര, എന്നോട് കണ്ണ് കാണത്തില്ല. ആരെങ്കിലും എവിടെങ്കിലും വായിച്ചത് കേട്ടിട്ടേ ഉള്ളൂ. ഇവൻ ദാവീദിന്റെ പുത്രനാണെന്ന് വിശ്വസിക്കാൻ അവന്റെ ഹൃദയമുണ്ടായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിനെ സാഹചര്യം ഏതുമായിക്കോട്ടെ, കർത്താവിനെ പൂർണ്ണമായി വിശ്വസിച്ച് കർത്താവിനെ ഒന്ന് ഏറ്റുപറഞ്ഞ് കർത്താവ് നമ്മളെ ഉപേക്ഷിക്കുകയില്ല. ആയതിനാൽ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാൻ. ഈ ഒറ്റ വാക്യം കൂടെ വായിച്ചുകൊണ്ട് ഞാൻ നിർത്തിയേക്കാം. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 10-17 വാക്യം കൂടെ ഒന്ന് വായിച്ചേ. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 10-17 ഈ 2 വാക്യങ്ങൾ. 10-ാം വാക്യം. അതുകൊണ്ട് എനിക്ക് ആ തലമുറയോടെ നീരസമുണ്ടായി. അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവർ എന്നും എൻ്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവർ എന്ന് ഞാൻ പറഞ്ഞു. ഇതാ കുഴപ്പം. ഇവരെ എല്ലാം ആ മിസ്രൈമിലെ 10 ബാധകളെ കൊണ്ടുവന്നു. അന്ന് ഇവരുടെ പിതാക്കന്മാരൊക്കെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. ഇവിടെ ഇതെല്ലാം നടക്കുന്നു. ആ ബാധകളൊക്കെ വന്നപ്പം ഗോശൻ ദേശത്ത് ഒരു ബാധയും വന്നില്ല. ഇതെല്ലാം കണ്ടിട്ട് ഇറങ്ങി തിരിച്ച് മരുഭൂമി വരുമ്പം ചോദിക്കും, മന്നായ അപ്പം തന്നു, ഇറച്ചിയും കൂടെ തരാൻ ഒക്കുമോ? യശയാ പ്രവചനം വായിക്കുമ്പോഴാണ് എൻ്റെ കൈ കുറുതായി പോയിട്ടുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുന്നത്.
നമ്മുടെ ദൈവത്തിന് എന്താ എപ്പം വേണേലും ചെയ്യാൻ പ്രിയപ്പെട്ടവരെ. ഈ രക്ഷിപ്പാൻ കഴിയാതാണ്. 95 സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചതുപോലെ ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. ഹൃദയ കാഠിന്യത്തോടിരുന്നാലുണ്ടല്ലോ, ഈ നമ്മൾ എവിടെ പോവാം, പ്രയർ ലൈനിൽ പോവാം, കുഴപ്പമില്ല, ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഞങ്ങളെല്ലാവരും പോയിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞ് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഉണ്ടല്ലോ, പ്രയർ ലൈനിനേക്കാൾ മാർക്കറ്റിൽ പോയിച്ച് വരുന്നതിനേക്കാൾ കഷ്ടമെങ്കിൽ എന്താ പ്രയോജനം? എൻ്റെ പ്രിയപ്പെട്ടവരെ, സുവിശേഷകൻ ആരായിരുന്നാലും സുവിശേഷം ശരിയാണോ എന്ന് ഓർത്താൽ മതി. ഈ ചിലപ്പോൾ പ്രായം കുറഞ്ഞ കൊച്ചു പിള്ളേരായിരിക്കും സുവിശേഷം പങ്കുവെക്കാൻ വരുന്നത്. നമ്മൾ സുവിശേഷമാണോ പറയുന്നതെന്ന് കേൾക്കണം. ഹൃദയത്തെ കഠിനമാക്കരുത്. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ കാലാകാലങ്ങളായി ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചു. ആയതിനാൽ ഈ സന്ധ്യയുടെ യാമത്തിലും ഇന്ത്യയിൽ നിന്ന് പ്രഭാതത്തിലും വിശ്വാസത്തോടെ കടന്നു വന്ന ദൈവജനമേ, നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. കർത്താവിന്റെ സന്നിധി സമർപ്പിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഈ മാസം ജൂലൈ 20 മുതൽ മാനസികമായി അല്പം പ്രയാസമുണ്ടായിരുന്നു. ശനിയാഴ്ച നമ്മുടെ കുട്ടിയമ്മ ആൻറ്റി പ്രയറിനെ ലീഡ് ചെയ്തപ്പോൾ പറഞ്ഞു, മുഖത്തിനൊരു പ്രസാദം. ശരിയാ, ഒരു പ്രസാദവും ഇല്ല. കാരണം എന്തെങ്കിലും അത്യാവശ്യമെങ്കിൽ ഓടിപ്പോയല്ലേ ആകത്തുള്ളൂ. എന്നാൽ ഇന്നലെ രാവിലെ മുതലുണ്ടല്ലോ ഭയങ്കര സന്തോഷമാണ്. ഡേ കെയർ ചെല്ലുമ്പോൾ എല്ലാവരും ചോദിക്കും, ഭയങ്കര സന്തോഷം. ഞാൻ പറഞ്ഞു, എനിക്ക് വലിയ സന്തോഷമാണ്. എൻ്റെ പ്രാർത്ഥന എൻ്റെ ദൈവം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷിക്കാതിരിക്കാൻ നോക്കുമോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഹൃദയ താഴ്മയോടുകൂടി നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയോട് അടുത്ത് ചെല്ലേ. ഏതു വിഷമസന്ധി ആകട്ടെന്നേ, ദൈവത്തിന് അവിടെ പരിഹാര വിഷയമുണ്ട്. ആയതിനാൽ ഒരിക്കൽ കൂടി 95 സങ്കീർത്തനത്തിൻ്റെ 8, 9, 10 വാക്യങ്ങളിലെ പോലെ കർത്താവിനെ പരീക്ഷിക്കരുത്. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മെരൂബയെ പോലെ മരുഭൂമിയിൽ മസാനാളിനെ പോലെ നിങ്ങളുടെ ഹൃദയത്തെ ഹൃദയകാഠിന്യത്തോടല്ല, പ്രത്യാശയോടെ പ്രയറിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, നമുക്കൊക്കെയും ഒത്തിരി 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 പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. നമ്മുടെ തനി മലയാളത്തിൽ നമ്മൾ പറഞ്ഞാൽ ആനയ്ക്ക് തടിഭാരം, ഉറുമ്പിന് അരിഭാരം. ഭാരമില്ലാത്ത ഒരു കാര്യവും ഇല്ലെന്നേ. എന്നാൽ ഈ ഭാരം കർത്താവിന്റെ സന്നിധിയിലോട്ട് കൊണ്ടുചല്ലേ. ഇതെല്ലാം കർത്താവ് ദൂരീകരിച്ചിട്ടുണ്ടല്ലോ. അയ്യോ, നമ്മളെ ആ സന്തോഷത്തിന്റെ ആ കൊടുമയിലേക്ക് നമ്മളെ എത്തിക്കൊണ്ട് ചെല്ലുമ്പോഴാണ് മനസ്സിലാകുന്ന, എടാ, ഈ കഷ്ടമൊക്കെ ഉണ്ടായിരുന്നേലും എൻ്റെ ദൈവം എന്നെ മറന്നില്ലല്ലോ. നമ്മളെ മറക്കാനല്ല പ്രിയപ്പെട്ടവരെ ആയിരുന്നിടത്തുനിന്ന് വിളിച്ചു വേർതിരിച്ചത്. ദൈവത്തിന്റെ കരങ്ങളിൽ നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ